രാവിലെ തന്നെ ദാ ഉമ്മയും അനീനയും ജാസിക്കൊക്കെ കൂടി ഒരാവശ്യത്തിന് വേണ്ടിയിട്ട് അങ്ങനെ പുറത്തേക്ക് പോകാണ് കേട്ടോ. ഇനിയിപ്പോൾ ഞാനും എൻ്റെ കുട്ടിപ്പട്ടാളങ്ങളും മാത്രമാണ് കേട്ടോ വീട്ടിലുള്ളത്. ഇന്ന് 3 പേർക്കും നോമ്പൊക്കെ ഉണ്ട്. ഇന്ന് വെള്ളയപ്പം ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അരിയൊക്കെ ഇന്നലെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ ഞാനതൊന്ന് അരച്ച് വെക്കുകയാണ് കേട്ടോ. അങ്ങനെ വെള്ളപ്പത്തിനുള്ള മാവൊക്കെ അരച്ച് കഴിഞ്ഞ് പിന്നെ ഞാൻ 3 പേരെ ഒന്ന് കുളിപ്പിച്ചൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ളുഹർ നിസ്കാരത്തിന് സമയമായപ്പോഴത്തേക്കിനും അങ്ങനെ 3 കൂടി കയറിയിട്ടുണ്ട് കേട്ടോ നിസ്കരിക്കാനൊക്കെ ആയിട്ട്. റമദാൻ മാസമാണല്ലോ, അപ്പോൾ ഞാൻ പറഞ്ഞു നോമ്പൊക്കെ പിടിച്ചിട്ട് നിസ്കരിക്കാതിരിക്കാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞപ്പോൾ 3 കൂടെ അങ്ങനെ കയറിയിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ഐഷുക്കുട്ടിക്ക് അത്യാവശ്യം അവളിപ്പോൾ നിസ്കാരത്തിലുള്ളതൊക്കെ പഠിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് കാരണം അവൾക്ക് അത്യാവശ്യം അറിയാം കേട്ടോ. ബാക്കി 2 പേർക്കും ഫാത്തിഹയൊക്കെ മാത്രമേ അറിയുള്ളൂ. അപ്പോൾ ഉള്ളതൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഐഷു പറഞ്ഞൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ, ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്നൊക്കെ. ഇപ്പോൾ ഒരു 4 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ വൈകുന്നേരത്തേക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കിച്ചണിലേക്ക് വന്നതാണ്. അപ്പോൾ ഇന്ന് ഞാൻ പിസ്സ എടുക്കുകയാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ നോമ്പുണ്ടല്ലോ, അപ്പോൾ ഇന്നത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിരുന്നതായിരുന്നു ഞാൻ. അപ്പോൾ അതെന്തായാലും ഞാനൊന്നെടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ഫ്രീസായിട്ടിരിക്കുന്ന കാരണം 2 മണിക്കൂറെങ്കിലും ഒന്ന് പുറത്തിരുന്നാലേ അത് നന്നായിട്ട് അതിൻ്റെ തണുപ്പൊക്കെ ഒന്ന് വിട്ടു വരുള്ളൂ. അപ്പോൾ അത് ഞാൻ പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനിതാ ഞാൻ ചെറിയൊരു വേറൊരു സ്നാക്സ് കൂടി റെഡിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു ഐറ്റമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചീനച്ചട്ടിയിലേക്ക് നന്നായിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളുത്തുള്ളി ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു 6 അല്ലി വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ട് കഷ്ണിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 2 ചെറിയ സവാള ഒന്ന് അരിഞ്ഞിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരു അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇത്ര ഞാൻ ചേർക്കണുള്ളൂ. ഇനിയിപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിനകത്തേക്ക് ബീഫിൻ്റെ ഗ്രേവിയും ബീഫും കൂടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് മതിയാവും. അപ്പോൾ അത് കാരണം ഞാൻ വേറെ മസാല ഒന്നും ചേർക്കണില്ല. കാരണം അത്യാവശ്യം നമ്മൾ ബീഫ് കറി വെക്കുമ്പോൾ അത്യാവശ്യം മസാലയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് കാരണം നമ്മൾ ഓവറായിട്ട് ഇതിനകത്ത് മസാല ഇട്ട് കഴിഞ്ഞാൽ മസാലപ്പൊടിയുടെ കൂടിപ്പോവും. അപ്പോൾ അത് കാരണം ഇങ്ങനെ കറിയിൽ നിന്ന് എടുത്തിട്ടുള്ള ബീഫാണ് നമ്മൾ ഇതിൽ ചേർക്കുന്നതെങ്കിൽ എപ്പോഴും ആ കാര്യം നന്നായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ പൊടി കുറേ ഇട്ടിട്ട് പിന്നെ ബീഫ് എടുത്ത് ഇടരുത് കേട്ടോ. ബീഫ് ഇട്ടിട്ട് നോക്കുക അത്യാവശ്യം പൊടിയൊക്കെ മതിയായോ എന്നുള്ളത്, എങ്കിലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ആ ഒരു മസാലക്കുത്ത് ഭയങ്കരമായിട്ട് മുന്നിട്ട് നിൽക്കും. അപ്പോൾ ഒരു രസം ഉണ്ടാവില്ല കേട്ടോ കഴിക്കാൻ. അപ്പോൾ ബീഫ് ഇട്ടിട്ട് നോക്കിയിട്ട് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതിയേ. അപ്പോൾ എന്തായാലും അങ്ങനെ അത് ഞാനൊന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതാ ചെറിയൊരു ബാറ്റർ റെഡിയാക്കുകയാണ്. മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കഷ്ണം വെളുത്തുള്ളി ചേർത്ത് കൊടുക്കണം. പിന്നെ 1 മുട്ട ആഡ് ചെയ്യാം. പിന്നെ വേണ്ടത് കുരുമുളകാണ്. ഒരു 6-7 മണി കുരുമുളകും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ബേക്കിംഗ് പൗഡർ ചേർക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പും 1 കപ്പ് പാലും കൂടെ ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി ഒരു നോൺ സ്റ്റിക്കിൻ്റെ തവ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒരു അല്പം എണ്ണ ഒഴിച്ച് കൊടുക്കാം. വളരെ കുറച്ച് മതിയാവും. അപ്പോൾ ഏറ്റവും കുറവിൽ എണ്ണ ഉപയോഗിച്ചിട്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു സ്നാക്ക് ഐറ്റമാണ് കേട്ടോ ഇത്. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇതാ ഈ ഒരു കുറുക്കത്തിൽ വേണം കേട്ടോ മാവ് ഇരിക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഇതാ ചട്ടി ചൂടായി എണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മളിതാ ആ മാവ് പകുതി ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക. ഒരു 2 മിനിറ്റ് നേരം ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് കഴിയുമ്പോൾ ഇതുപോലെ ഒന്ന് സെറ്റായി കിട്ടും. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഫില്ലിംഗ് ഉണ്ടല്ലോ, അത് അത്യാവശ്യം നന്നായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക. ഇത് നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോഴത്തേക്കിനും സിമ്പിളായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. കുറച്ച് നേരത്തെ ഉണ്ടാക്കി വെച്ചാലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല ടേസ്റ്റിൽ തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഫില്ലിംഗ് ഒന്ന് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എല്ലാ ഭാഗവും ഒന്ന് താഴത്തേക്കാക്കിയിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ നമ്മൾ ബാക്കി വെച്ചിട്ടുള്ള ആ ഒരു മാവുണ്ടല്ലോ, അത് കംപ്ലീറ്റ് ആയിട്ട് ഇതിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ഒരെണ്ണം ഉണ്ടാക്കാനുള്ള മാവും അതുപോലെ മസാലയാണ് കേട്ടോ കാണിച്ചിട്ടുള്ളത്. മാവ് ദാ ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഭംഗിക്ക് വേണ്ടിയിട്ട് 2-3 തക്കാളിയോ മല്ലിയിലോ അല്ലെങ്കിൽ ക്യാരറ്റോ ക്യാപ്സിക്കോ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. തീ ഒരിക്കലും കൂട്ടി വെക്കരുത്, ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക. ഇനി ഒരു 3-4 മിനിറ്റ് ഒന്ന് കഴിയുമ്പോൾ ഒന്ന് തുറന്ന് നോക്കുക കേട്ടോ. അപ്പോൾ ദാ ഇതുപോലെ മുകൾ ഭാഗമൊക്കെ ഒന്ന് കുക്കായിട്ടുണ്ടോ താഴ്ഭാഗം കറക്റ്റായിട്ടുണ്ടോ എന്ന് നോക്കുക. അതിനുശേഷം ഒരു പ്ലേറ്റിലേക്ക് ഇത് മാറ്റി കൊടുത്തതിന് ശേഷം തിരിച്ച് അതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം.
ഇനി അപ്പുറത്തെ വശം കൂടി ഒന്ന് നന്നായിട്ട് കുക്കായി വരണം, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അതും അങ്ങനെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് നേരം ഒന്ന് വെച്ച് കൊടുത്താൽ മതി കേട്ടോ, മൂടിയിട്ട്. അപ്പോഴത്തേക്കിനും ഇത് നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇന്ന് നമ്മൾ വെള്ളയപ്പം മീൻകറിയാണ് കേട്ടോ റെഡിയാക്കുന്നത്. അപ്പോൾ ഇന്ന് ഒരു സ്പെഷ്യൽ മീൻകറിയാണ് കേട്ടോ റെഡിയാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മീനൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മസാല പുരട്ടിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ആവശ്യത്തിനുള്ള വെള്ളം കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കണം കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ ഒരു അര നാരങ്ങേൻ്റെ നീരും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി നല്ലോണം തന്നെ ഒന്ന് പേസ്റ്റാക്കി എടുക്കാം. ചെറിയൊരു മാരിനേഷനാണ് കേട്ടോ കൊടുക്കേണ്ടത്. കുറേ മസാല ഇടരുത്, ചെറുതായിട്ടൊന്ന് മസാല ഇട്ടിട്ടൊന്ന് ആക്കി എടുത്താൽ മതി കേട്ടോ. ഇനി ഇതിൻ്റെ 2 സൈഡ് നമുക്ക് ഇതുപോലെ മസാല തേച്ചെടുക്കാം. ഇനി ഇത് എല്ലാം തന്നെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരുപാട് ഡീപ്പ് ഫ്രൈ ആക്കി എടുക്കണ്ട, എന്നാൽ അത്യാവശ്യം ഒന്ന് ഫ്രൈ ആവുന്ന രീതിയിലും വേണം കേട്ടോ. എന്നിട്ട് നമുക്ക് കുറഞ്ഞ എണ്ണയിൽ ചെയ്തെടുത്താലും മതിയേ. ഇനി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അത് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്ക് മുഹബത്ത് കാ സർബത്ത് ഉണ്ടാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് തണ്ണിമത്തൻ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നല്ല തണുത്ത പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1.5 കവർ പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനിയിപ്പോൾ മധുരത്തിന് വേണ്ടിയിട്ട് ഏറ്റവും ടേസ്റ്റ് മിൽക്ക് മെയ്ഡ് ചേർക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ മിൽക്ക് മെയ്ഡ് ഇല്ലാത്ത കാരണം കുറച്ച് പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. മിൽക്ക് മെയ്ഡ് ചേർത്ത് കഴിഞ്ഞാൽ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിലേക്ക് റോസ് എസൻസ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു 2 തുള്ളി ചേർത്ത് കൊടുത്താൽ മതിയാവും. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കസ്കസ് ആണ് കേട്ടോ ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുക്കുക. ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മുഹബത്ത് കാ സർബത്ത് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ കുടിക്കാൻ, നല്ല തണുപ്പോട് കൂടിയിട്ട് കുടിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും അതങ്ങനെ റെഡി ആയിട്ടുണ്ട്. മീനെല്ലാം ഇവിടെ ഫ്രൈ ചെയ്തിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് നമ്മളൊന്ന് മാറ്റി വെച്ചതിന് ശേഷം ഇനിയിപ്പോൾ കഴിക്കാൻ നേരത്തെ ഞാനിത് കറിയാക്കി എടുക്കുന്നുള്ളൂ കേട്ടോ. ഇനി നമ്മൾ നേരത്തെ കഞ്ഞി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് പയർ റെഡിയാക്കുകയാണ്. ആ ഒരു കഞ്ഞിക്ക് പയർ തോരനാണ് കേട്ടോ രുചി ഉണ്ടാവുക. അപ്പോൾ പയർ തേങ്ങയൊക്കെ ചാലിച്ചിട്ട് തോരനാക്കി എടുത്തിട്ടുണ്ട്. കടുക് താളിക്കൂല, പച്ചവെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് കേട്ടോ എടുക്കുന്നത്. പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള പിസയൊക്കെ ഒന്ന് തണുപ്പൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. ആ ഒരു കട്ടത്തണുപ്പൊക്കെ മാറിയിട്ട് ഒന്ന് നന്നായിട്ട് കറക്റ്റ് ആ ഒരു ടെമ്പറേച്ചറിലേക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഫ്രീസറിൽ നിന്ന് എടുത്ത പാടെ തന്നെ ഡയറക്റ്റ് കൊണ്ടുപോയിട്ട് അടുപ്പിലേക്ക് വെക്കരുത് കേട്ടോ. അതിൻ്റെ തണുപ്പൊക്കെ ഒന്ന് മാറി കഴിഞ്ഞതിന് ശേഷം വേണം കേട്ടോ വെക്കാൻ. പിന്നെ നമുക്ക് ആ ഒരു പൊതിയൊക്കെ ഒന്ന് അഴിച്ചിട്ട് നമുക്ക് നേരെ ഇത് ചട്ടിയിലേക്ക് വെച്ചിട്ടൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു വെജ് പിസയും 2 ചിക്കൻ പിസയാണ് കേട്ടോ ഉള്ളത്. പിന്നെ ഇനി നമ്മുടെ ആ ഒരു പോള ഉണ്ടല്ലോ, ബീഫ് പോള ഒന്ന് മുറിച്ചെടുക്കുകയാണ്. മാവൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. കഴിക്കാനും നല്ല രസമുണ്ടായിരുന്നു. നമ്മുടെ പിസയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ എല്ലാം ഒന്ന് മുറിച്ചൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു ഫലൂദ ഷോട്ട്സ് ഉണ്ടല്ലോ, അപ്പോൾ അത് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട്, ഇന്നലെ ലെയറായിട്ടൊക്കെയാണല്ലോ എടുത്തത്, അപ്പോൾ ഇന്നിപ്പോൾ എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് ഞാൻ പാത്രങ്ങളിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ഒക്കെ ടേബിളിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് നമുക്ക് പിസ ഉണ്ട്, അതുപോലെ നമ്മുടെ മുഹബത്ത് കാ സർബത്ത് ഉണ്ട്, പിന്നെ ആ ഒരു ഫ്രൂട്ട്സ് മിക്സ് ഉണ്ട്, പിന്നെന്താ നമ്മുടെ പോളയുണ്ട്, ആപ്പിളുണ്ട്, മുന്തിരി ഉണ്ട്, പിന്നെ തണ്ണിമത്തനുണ്ട്, കഞ്ഞി, പയർ, ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വിഭവങ്ങൾ. ഇന്ന് കുഞ്ഞുമക്കൾക്ക് 3 പേർക്ക് നോമ്പൊക്കെ ഉണ്ടായിരുന്നല്ലോ. രാവിലെ മുതൽ കളി ബഹളമാണ് കേട്ടോ. അപ്പോൾ അത് കാരണം തന്നെ വൈകുന്നേരം ആയപ്പോൾ എല്ലാം ക്ഷീണിച്ച് വാടിപ്പോയിട്ടുണ്ട് കേട്ടോ. രാവിലെ മുതൽ ഓട്ടവും ചാട്ടവും ബഹളമൊക്കെ ആകുമ്പോഴത്തേക്കിനും എന്തായാലും ക്ഷീണിച്ച് പോകുമല്ലോ, കുഞ്ഞു മക്കളല്ലേ. പിന്നെ ഇന്ന് പിസയൊക്കെ കണ്ടപ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ കുട്ടികൾ. അപ്പോൾ അങ്ങനെ എല്ലാവരും അൽഹംദുലില്ലാ ഹൈറായിട്ട് നോമ്പൊക്കെ തുറന്നു. പിന്നെ നമ്മുടെ പിസ നന്നായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അന്ന് ഉണ്ടാക്കി വെച്ചതായിരുന്നു, നല്ല ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇക്ക ചോക്ലേറ്റ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കഴിക്കാൻ വന്നപ്പോഴത്തേക്കിനും ഞാൻ നമ്മളെ ഫിഷ് കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ നിർവ്വാണയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചട്ടി വെച്ചിട്ട് അതിൻ്റെ പുറത്തേക്ക് ഒരു വാഴയില വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ പുറത്തേക്ക് നമുക്ക് മീനെല്ലാം ഒന്ന് പിറക്കി വെച്ച് കൊടുക്കാം. ഞാൻ 2 ചട്ടിയിലായിട്ടാണ് കേട്ടോ റെഡിയാക്കുന്നത്. എല്ലാം കൂടെ ഒന്നിച്ച് റെഡിയാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് കിട്ടില്ല. അപ്പോൾ 2 ചട്ടിയിലായിട്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നല്ല കട്ട തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം.
അപ്പോൾ ഞാൻ ഒരു തെങ്ങിൻ്റെ പാലാണ് കേട്ടോ ഇത് മൊത്തം മീനിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അത് നല്ല കട്ടിക്ക് തന്നെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നാം പാലും രണ്ടാം പാലും ഒന്നിച്ചിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മാങ്ങ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് നീളത്തിൽ അരിഞ്ഞിട്ടുള്ള ഇഞ്ചിയാണ് കേട്ടോ. ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക, കനം കുറച്ച് അതും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഞാൻ മറന്നു പോയിട്ടുള്ളൊരു കാര്യം, പച്ചമുളക് ഇട്ട് കൊടുക്കണമായിരുന്നു കേട്ടോ. അത് ഞാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം. പിന്നെ കുറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ടൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഈ തേങ്ങാപ്പാലിൻ്റെ സോസിൽ കിടന്നിട്ട് ഈ ഒരു മീൻ നന്നായിട്ടൊന്ന് കുക്കായി വരണം. അപ്പോൾ ഇത് നമുക്ക് അധികം ഇളക്കി മറിച്ച് തിരിച്ചിട്ടൊന്നും കൊടുക്കേണ്ട. അത്യാവശ്യം ഒന്ന് വെന്തിരിക്കുന്ന മീൻ തന്നെയാണല്ലോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഒരു വശം മാത്രം ഒന്ന് നന്നായിട്ട് ആയി കിട്ടിയാൽ മതി. ഫേമസ് ആയിട്ടുള്ള ഷെഫ് പിള്ളേൻ്റെ നിർവാണ റെസിപ്പിയാണ് കേട്ടോ ഇത്. നല്ല ടേസ്റ്റാണ്, ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ നല്ല ദശയുള്ള മീനുകളൊക്കെ ചെയ്യാനാണ് കേട്ടോ ഏറ്റവും നല്ലത്. അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കുക. പിന്നെ അത്യാവശ്യം പുളിയും ഉപ്പൊക്കെ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാലൊക്കെ പിരിഞ്ഞ് പോവാണ്ട് കിട്ടും കേട്ടോ. അങ്ങനെ അല്ലാതെ വരുമ്പോഴാണ് തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ തന്നെ ചൂടാകുമ്പോൾ തന്നെ പിരിഞ്ഞൊക്കെ വരുന്നത് കേട്ടോ. ഇതിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുന്ന കരുതാണ്. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ പറയുക. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വേഗം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.